ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് അഗ്നികോണിൽ അടുക്കള പണിയാമോ എന്നുള്ളതിനെ കുറിച്ചാണ്. ഇന്നും വീട് പണിയുന്നവർ പറഞ്ഞു കേൾക്കുന്ന ഒരു ചൊല്ലാണ് അഗ്നികോണിൽ അടുക്കള പണിയരുതെന്നത്. അങ്ങനെ ചെയ്താൽ വീടിന് തീപിടുത്തമുണ്ടാകുമെന്നാണ് വിശ്വാസം. എന്തായാലും അങ്ങനെ തീപിടുത്തമുണ്ടായില്ലെങ്കിലും തീ പിടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് പറയപ്പെടുന്നത്. അഷ്ടദിക്കുകൾ എന്നാണല്ലോ പൊതുവെ വിശേഷണവും വിശ്വാസവും. അത്തരത്തിലുള്ള 8 ദിക്കുകൾക്കും കാവൽക്കാരായി ഓരോ ദേവതകളുണ്ടെന്നാണ് സങ്കല്പം. അങ്ങനെ തെക്കു കിഴക്കേ ദിക്കായ അഗ്നികോണിന്റെ അധിപനായി കണക്കാക്കുന്നത് അഗ്നിദേവനെയാണ്. അഗ്നികോണിൽ അടുക്കള പണിതാൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷക്കാറ്റ് മൂലം അഗ്നികോണിൽ പണിയുന്ന അടുക്കളയിൽ നിന്നും തീപ്പൊരി നിറഞ്ഞ പുക വീടിന്റെ നേർക്കുയർന്നു പൊങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ ഓല കൊണ്ട് മേഞ്ഞിരുന്ന വീടുകൾ ഇതിൽപ്പെട്ട് തീ പിടിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയായിരുന്നു. ഇപ്പോഴത്തെ വീടുകളൊക്കെ കോൺക്രീറ്റ് ആണെന്നും വിറകല്ല ഗ്യാസ് ആണെന്നും പറഞ്ഞ് ആശ്വസിക്കാൻ വരട്ടെ. പാചക ഗ്യാസ് ആയാലും അതിന് ചോർച്ച സംഭവിക്കുകയാണെങ്കിൽ അഗ്നികോണിലെ അടുക്കളയിൽ തെക്കു പടിഞ്ഞാറൻ കാറ്റടിച്ചാൽ തീ പിടിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് അഗ്നികോണിൽ അടുക്കള പണിഞ്ഞാൽ തീപിടുത്തമുണ്ടാകുമെന്ന് പറയുന്നത്. മാത്രമല്ല, അടുക്കള പണിയുന്നതിന് വീടിന്റെ കിഴക്കു വടക്കു മൂലയിലോ ആയിരിക്കണമെന്നും വാസ്തുശാസ്ത്രം നിഷ്കർഷിക്കുന്നു. താങ്ക് യു.